വീണ്ടും ഹെസ്ബുള്ള ഇസ്രയേൽ യുദ്ധമുഖത്തേക്കോ? ഡൊണാൾഡ് ട്രംപിന്റെ ഗസയെ ഒഴിപ്പിക്കാനുള്ള പ്ലാൻ ഹെസ്ബുള്ള തള്ളിക്കളഞ്ഞു. ഫെബ്രുവരി 18-നകം ഇസ്രയേൽ ലബനാനിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പിന്മാറണമെന്ന് ഹെസ്ബുള്ള പറഞ്ഞു. يجب أن تنسحب إسرائيل في 18 شباط بالكامل، ما إلى ذريعة، لا نقاط 5 ولا تفاصيل أخرى تحت أي ذريعة وتحت أي عنوان. هذا هو الاتفاق. مسؤولية الدولة اللبنانية أساساً وحصراً في هذه المرحلة أن تعمل بكل جهد بالضغوطات السياسية بعلاقاتها. വെടിനിർത്തൽ ചർച്ചയുടെ ഭാഗമായി 60 ദിവസത്തിനുള്ളിൽ സൈന്യത്തെ പൂർണ്ണമായും ഇസ്രയേൽ പിൻവലിക്കണമായിരുന്നു. എന്നാൽ സൈന്യത്തെ പിൻവലിക്കുന്നത് ഫെബ്രുവരി 18 വരെ നീട്ടിവെക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴും IDF പറയുന്നത് 5 പോയിന്റുകളിൽ തങ്ങൾ തുടരുമെന്നാണ്. ഇതിനെതിരെ ഹെസ്ബുള്ള ജനറൽ സെക്രട്ടറി നഈം ഖസീം രംഗത്തു വന്നു. സൈന്യത്തെ പിൻവലിക്കാൻ ഇനി എക്സ്ക്യൂസുകൾ ഒന്നും തന്നെ പാടില്ല എന്നും ഒരു പോയിന്റിൽ പോലും സൈന്യത്തെ തുടരാൻ അനുവദിക്കില്ല എന്നും നഈം ഖസീം പറഞ്ഞു. ഇതാണ് കരാർ. ലബനീസ് ഗവൺമെന്റിന്റെ പ്രഥമ പരിഗണന തങ്ങളുടെ ബന്ധങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിലൂടെയും ഇസ്രയേലിനെ ലബനീസ് മണ്ണിൽ നിന്ന് പുറത്താക്കാനായിരിക്കണം. എങ്ങനെയാണെങ്കിലും ഫെബ്രുവരി 18-ന് മുൻപ് തന്നെ സൈന്യത്തെ പിൻവലിച്ചിരിക്കണം. എവിടെയെങ്കിലും ഇസ്രയേൽ സൈന്യം പിന്മാറാതെ നിന്നാൽ അവിടെ അവർ അധിനിവേശക്കാരായിരിക്കുമെന്നും അധിനിവേശക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അധിനിവേശക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് അറിയാം. ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഇസ്രയേൽ സൈന്യം നിലനിൽക്കാൻ അമേരിക്ക അനുമതി കൊടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ബേഖ വാലിയിലേക്ക് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഹെസ്ബുള്ള റോക്കറ്റ് ലോഞ്ചർ സൈറ്റുകൾക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് എന്ന് IDF പറഞ്ഞു. ഇറാനിയൻ ഫ്ലൈറ്റുകൾ ലബനാനിൽ ഇറങ്ങാൻ അനുവദിക്കാത്തതിലും ഹെസ്ബുള്ള തലവൻ അതൃപ്തി രേഖപ്പെടുത്തി. ഇസ്രയേലിന്റെ ആജ്ഞകളാണ് പ്രധാനമന്ത്രി അനുസരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. വിമാനം താഴാൻ അനുവദിക്കണമെന്നും ഇസ്രയേൽ എന്തെങ്കിലും ചെയ്യാൻ ധൈര്യപ്പെടുമെന്ന് കാണാമെന്നും ഹെസ്ബുള്ള തലവൻ കൂട്ടിച്ചേർത്തു.